കെമിക്കൽ ബോണ്ടിങ്, ഞാൻ ഐ ഡി നമ്മൾ കെമിക്കൽ ബോണ്ടിങ്, കെമിക്കൽ ഹെഡിങ് അടിക്കുക, കെമിക്കൽ ബോണ്ടിങ്, കെമിക്കൽ ബോണ്ടിങ്, കെമിക്കൽ ബോണ്ടിങ്. അപ്പം കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ രണ്ട് ആറ്റങ്ങളുടെ ഇടയിൽ ആ ആറ്റങ്ങളെ പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോണ്ടിങ് എന്ന് പറയുന്നത്. അതൊരു പാലം പോലെ. ഇപ്പം കോഴഞ്ചേരിയിൽ ഒരു പാലമുണ്ട്, കോഴഞ്ചേരി പാലം എന്ന് പറഞ്ഞാൽ എന്താ, മാരാമണിയും അതേപോലെ തന്നെ എന്താണ് കോഴഞ്ചേരിയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. അപ്പം രണ്ടാറ്റങ്ങളെ ഇതേപോലെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്രിഡ്ജ്. ഫിസിക്കലി അവിടെ ഒരു ബ്രിഡ്ജ് ഒന്നുമില്ല. എന്തുവാ, ഫിസിക്കലി ഇങ്ങനെ ഒരു സാധനം ഒന്നുമില്ല. അവർ തമ്മിൽ അടുത്തിരിക്കുമ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു അദൃശ്യമായിട്ടുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് ഇത് ബോണ്ട് ഫോം ചെയ്യണം എന്നുള്ള ചോദ്യമാണ് ഫസ്റ്റ്. വൈ ദേ ഹാവ് ടു ഫോം ബോണ്ട്? പറഞ്ഞുതരാം. എവരി ആറ്റം ഹാസ് എന്താണ് എ ടെൻഡൻസി ടു ബിക്കം സ്റ്റേബിൾ. അതായത് ഇപ്പം നമ്മൾ മനുഷ്യർ തന്നെ ആയിക്കോട്ടെ, മനുഷ്യർക്കും എന്താണ് ഒരു സ്റ്റേബിൾ ആയിട്ടിരിക്കണം എന്നുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുമോ? ഇപ്പം മിഷേലൊക്കെ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മിഷേൽ ആഗ്രഹിക്കുമോ? മിഷേൽ ഇല്ല. അപ്പം നമ്മൾ ആദ്യം നമ്മൾ സ്കൂളിൽ ചെല്ലുവാണല്ലോ, ആദ്യം എന്താ പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കുക. അതാണ് ഒരു സുഖം. ആണോ? ആണ്. അമ്പലത്തിൽ ചെല്ലുവാണെങ്കിലും പള്ളിയിൽ ചെല്ലുവാണെങ്കിലും കല്യാണത്തിന് ചെന്നാല് എവിടെ ചെന്നാലും നമ്മൾ ആദ്യം എന്താ നോക്കുന്നത്, ഇവിടെ എന്തെങ്കിലും കസേര എല്ലാം കിടപ്പുണ്ടോ? കാരണം അറിയാം, ബോഡിക്ക് സ്റ്റേബിൾ ആണ്. ബോഡി സ്റ്റേബിൾ ആവുന്നുള്ള പോലെ തന്നെ ഈച്ച് ആൻഡ് എവരി എലമെന്റ് ഹാസ് ടു ബിക്കം എന്താണ്, സ്റ്റേബിൾ. അപ്പം അങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവര് എന്ത് ചെയ്യുന്നത്, ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് സ്റ്റെബിലിറ്റി? മനുഷ്യരുടെ കേസിൽ കസേരയും കട്ടിലുമാണ് സ്റ്റെബിലിറ്റി എങ്കിൽ, ആറ്റങ്ങളുടെ കേസിൽ എന്താണെന്നറിയാമോ, അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരികയോ അല്ലെങ്കിൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് അവർ സ്റ്റേബിൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. അതായത് ഇപ്പം സോഡിയം Na, ആറ്റോമിക് നമ്പർ 11, കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. ഇതിന് സ്റ്റേബിൾ ആവണം അക്കോർഡിംഗ് ടു ദി ലോ എന്നൊന്നും പറയാൻ പറ്റില്ല, സ്റ്റെബിലിറ്റി കൺസെപ്റ്റ് വെച്ചിട്ട് എന്താ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരണം, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര, 8 ഇലക്ട്രോൺസ് വരണം. ഇവിടെ 8 ഇലക്ട്രോൺസ് വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇവിടെ 8 ഇലക്ട്രോൺസ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, 7 എണ്ണത്തിനെ വാങ്ങണം. ആണോ 7 എണ്ണത്തിനെ വാങ്ങണം. അതാണോ നല്ലത്, അതോ എന്താണ് ഈ ഒരെണ്ണത്തിനെ കൊടുക്കുന്നതാണോ നല്ലത്? കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ, അവരത് കൊടുക്കും. ഓക്കെ, അവരത് കൊടുക്കുമ്പോൾ പിന്നീട് എന്തായിട്ട് മാറി, Na എന്ന് പറഞ്ഞ ആറ്റം എന്ന് പറയത്തില്ല, പിന്നെ Na1+ അയോണേ പറയത്തുള്ളൂ. അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 അപ്പൊ ഇവര് സ്റ്റേബിളായി. അടുത്ത ചോദ്യം, ഇവൻ ആർക്ക് കൊടുത്തു? അതാണ് അടുത്ത ചോദ്യം. എന്തിനു കൊടുത്തു, എങ്ങനെ കൊടുത്തു, അതൊക്കെയാണ് അടുത്ത ചോദ്യം വരുന്നത്. അപ്പൊ ഒരു ഇലക്ട്രോൺ ആർക്കാണോ ആവശ്യം അവന് കൊടുക്കും. ഇപ്പം Cl വരുന്നു, Cl 17 ആണ്, 2 8 7 ആണ്. സ്റ്റേബിൾ അവൻ 7 കൊടുക്കുന്നതിന് പേര് മേടിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഇവനെന്താ, ഒരെണ്ണം വേണം. ക്ലോറിന് അടുത്തുള്ള സോഡിയം ഇതിന്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ആ സോഡിയത്തിനോട് ചോദിക്കും, സോഡിയം നിനക്ക് എന്തായാലും സ്റ്റേബിൾ ആവണമെങ്കിൽ ഒരു ഇലക്ട്രോൺ വേണം, ഒരു ഇലക്ട്രോൺ കളയണം. എനിക്ക് ആ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എനിക്ക് സ്റ്റേബിൾ ആവാം. അപ്പം നീ എനിക്കത് തരുമോ? അതിനെന്താ, ഞാൻ സന്തോഷത്തോടെ വരും. കാരണം എന്താ, എനിക്കും ഹാപ്പി ആയിട്ട് ഇല്ലേ ഇരിക്കാം. നമ്മുടെ ഹാപ്പിനെസ് ആണല്ലോ, അതുപോലെ അവരും ഹാപ്പി. നമുക്ക് കസേര കിട്ടുമ്പോൾ ഏറ്റവും സുഖം എന്താണെന്നറിയോ, കട്ടിൽ കിട്ടുന്നതാണ്. ശരിയല്ലേ? കട്ടിൽ അങ്ങോട്ട് കിട്ടും. സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം ചെയ്യുക, ഷൂ അങ്ങ് ഇട്ടിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുക. പിന്നെ ഫോൺ ഉണ്ടെങ്കിൽ ഫോണും കൂടി ഇങ്ങനെ എന്ത് ചെയ്യുക, തോണ്ടിക്കൊണ്ടിരിക്കുക. അതാണോ മിഷേലെ ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ? അത് തന്നെ ചെയ്യുന്നത്. എവിടെയെങ്കിലും പോയി ഇരിക്കുക, മനസ്സിലായോ? അല്ലെ, എവിടെയെങ്കിലും പോയി സെറ്റ് ചെയ്യണ്ട, പിന്നെ ഒന്നും പറയണ്ട, അതിലോട്ട് പോയി യൂണിഫോം പോലും അടിക്കാതെ അതിലോട്ട് പോയി എന്താ ഒറ്റക്കിടപ്പ. ആണോ ദിവ്യേ? ആണ്. കണ്ടോ, അതാണ്. അപ്പൊ എലമെന്റുകൾക്കും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ, അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആക്കുക എന്നുള്ളതാണ്. പക്ഷേ ഹീലിയത്തിന്റെയും ഹൈഡ്രജന്റെയും കേസിൽ മാത്രം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ വന്നാലും സ്റ്റേബിളാണ്. അതിനെ ഡിപ്പലറ്റ് എന്ന് പറയും, ഇതിനെ ഒക്ടറ്റ് എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഓക്കെ. അതിനു വേണ്ടി അവൻ എന്ത് ചെയ്യുന്നറിയാമോ, കൊടുക്കൽ വാങ്ങൽ നടക്കും. അതായത് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഒരാൾ വാങ്ങിക്കും. അപ്പോൾ ഒരാൾ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാനൊരു ഷോപ്പ് നടത്തുന്ന ആളാണ്. ഇത് ഫെഡറൽ ബാങ്കിന്റെ മാനേജറാണ്. എൻ്റെ തൊട്ടടുത്താണ് ബാങ്ക്. അപ്പോൾ ബാങ്കിൽ പുതിയത് എന്താണ് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ് ഈ ബാങ്ക് മാനേജർ. സ്ഥിരം എൻ്റെ കടയിൽ നിന്ന് സാധനം മേടിക്കാൻ തുടങ്ങി. എൻ്റെ കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്.
അപ്പോൾ എൻ്റെ കടയിൽ നിന്ന് സാധനം മേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഞാൻ ഒരു സാധനം കൊടുത്തു, പൈസ തന്നു, അപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം അവിടെ ഉണ്ടായി, ബോണ്ടുണ്ടായി, ബന്ധമുണ്ടായി. ആണോ മിഷേലി? ആണോ സന? അതേപോലെ തന്നെ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ബന്ധങ്ങളുണ്ടാവും. മനുഷ്യരുടെ കൂട്ട് തന്നെ. നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്കൊരു സാധനം വേറൊരാൾക്ക് കൊടുത്തു, അത് പാവപ്പെട്ടവനാണേലും പൈസക്ക് നമ്മൾ പാവപ്പെട്ടവൻ ഒരാൾക്ക് ഒരു 50 രൂപ കൊടുത്തു, അപ്പോൾ അവൻ എന്താ ചെയ്തത്? അവന് സന്തോഷമില്ലേ? അപ്പം അവൻ്റെ ഭാഗത്തൊരു ചിരി കാണും. ചിലപ്പോൾ അവന് 50 രൂപ ആരും കൊടുത്തു കാണത്തില്ല. മനസ്സിലായോ? അപ്പം ചില ഫുഡ് കഴിക്കാൻ ഇല്ലാത്ത ഫുഡ് നമുക്ക് മേടിച്ചു കൊടുക്കണം അവരുടെ മുഖത്ത്. അപ്പം അവർ തമ്മിൽ അപ്പം പിന്നീട് നമ്മളെ എപ്പോഴേലും അവർ കാണുമ്പോഴും അവർ കൈ കൂട്ടും. ശരിയല്ലേ? ഇല്ലേ? അതേപോലെ ബിസിനസ് ആണെങ്കിലും ഇത് തന്നെ, കൊടുക്കൽ വാങ്ങലാണ്. അപ്പം ഒരാളുടെ ആവശ്യം മറ്റേ ആൾ നിറവേറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ത്രൂ എ ബോണ്ടിങ്. മനസ്സിലായോ? ഇവിടെ അത് തന്നെ ഓരോ എലമെന്റുകൾക്കിടയിൽ ബോണ്ട് ഫോം ചെയ്യുന്നു. സിംപ്ലി ഇപ്പം മിഷേൽ പറഞ്ഞ പോലെ ദാറ്റ് ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ആറ്റം എന്ന് പറയാമെങ്കിലും ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്നുള്ളത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഒരിക്കലും എന്ത് ചെയ്തില്ല, നടക്കത്തില്ല. കാണാപ്പാഠം പഠിക്കുന്നതിനോട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് പഠിച്ചു, പക്ഷെ മനസ്സിലാക്കിയിട്ട് കാണാതെ പഠിച്ചു. അതാണ് അതിനകത്തെ ശരി. ഓക്കെ, അപ്പം ഓക്കെ, ഇത് എഴുതാവുള്ളൊന്ന് എഴുതിയത് ജസ്റ്റ് ഒന്ന് എഴുതിയത്, നോട്ട് ചെയ്തത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാം. ഒരു ഇൻട്രഡക്ഷൻ പോലെ എഴുതാണ്. എവരിത്തിങ് എഴുതിക്കോ. എവരിത്തിങ് in this world wants stability. അത് ഞാനോ ദിവ്യയോ ആരോണോ മിഷേലോ സനയോ ആരോ ആവട്ടെ, അല്ലെങ്കിൽ ഒരു പുലി ആവട്ടെ, അല്ലെങ്കിൽ ഒരു ആനയാവട്ടെ, അല്ലെങ്കിൽ ഒരു ബെഞ്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഫാൻ ആയിക്കോട്ടെ, ഏതൊരു ഒബ്ജക്റ്റിനും എന്ത് വേണം? സ്റ്റേബിൾ ആവാൻ വേണ്ടിയാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കെ, സ്റ്റെബിലിറ്റി ആണ്, സ്റ്റെബിലിറ്റി. ഓക്കെ, for atoms stability means having inert gas configuration, having inert gas electronic configuration. Electronic configuration, that is two electrons in the outermost shell. In case of helium, ബ്രാക്കറ്റിൽ ഡ്യൂപ്ലെറ്റ് എന്ന് എഴുതാം. ഡ്യൂപ്ലെറ്റ്. and 8 electrons in the outermost shell of atoms. അതിനെ ഒക്ടറ്റ് എന്ന് പറയും. ഒക്ടറ്റ് ആണ്, ടെക്റ്റ് അല്ല, ടെറ്റ്. Okay, everything in this world wants stability. For atom, stability means having inert gas configuration, that is two electrons in the outermost shell, as in case of helium. As in case of helium, bracket duplet, and 8 electrons in the outermost shell of atom, as in case of other inert gas. As in case of other inert gas. ഹീലിയമല്ലാത്ത വേറെ ഏത് ഇനർട്ട് ഗ്യാസിനെയും പോലെയും 8 ഇലക്ട്രോൺസും ഹീലിയത്തെ പോലെ 2 ഇലക്ട്രോൺസും വരുന്നതാണ് എന്ത്? ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ അഥവാ സ്റ്റേബിൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ആരോടെ ശ്രദ്ധിക്കണം, ആരോടെ ഇടയ്ക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. ഉണ്ടോ?
ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, നോക്കിക്കോളൂ. അപ്പം താഴോട്ട് ഒരു ലൈൻ ഇട്ടിട്ട് എഴുതുക. ടു അറ്റൈൻ സ്റ്റെബിലിറ്റി, ടു അറ്റൈൻ സ്റ്റെബിലിറ്റി atoms tend to combine chemically by redistribution of electrons, distribution of electrons in the valence shell, in the valence shell. Either by gaining electrons or by losing electrons. And also by sharing of electrons. അത് നിങ്ങളെ പഠിപ്പിച്ചില്ല. നമുക്ക് ബോണ്ടിങ് തന്നെ 3 ടൈപ്പ് ബോണ്ടിങ് ഉണ്ട്. അതിൽ 2 ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഷെയർ ചെയ്തുണ്ടാക്കുന്ന ബോണ്ടും ഇലക്ട്രോണിനെ കൊടുത്തും വാങ്ങിച്ചും ഉണ്ടാക്കുന്ന ബോണ്ടും രണ്ടാണ് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം എന്താ അവിടെ ഒരു സെക്കൻഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതിയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? മിഷേൽ ഓക്കെ ആണോ? മിഷേൽ, സന ഓക്കെ. അപ്പൊ നോക്കിക്കോ, അടുത്തൊരു ലൈൻ ഇട്ടിട്ട് എഴുതുക. ഡ്യൂറിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ a force of attraction develops between atoms, which binds them together, to form molecules. Atom combine ചെയ്തിട്ടാണ് molecules ഉണ്ടാകുന്നത്. And this force of attraction is called
കെമിക്കൽ ബോണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ, ഞാൻ ഈ പറഞ്ഞ പോലെയാണോ മനസ്സിലാക്കി വെച്ചത്, അതോ എന്താണ് കാണാപ്പാഠം പഠിച്ചിട്ടാണോ മനസ്സിലാക്കി വെച്ചത് എനിക്ക് അറിയത്തില്ല. ഇനി ഞാൻ പറഞ്ഞ പോലെ ഒന്നും അല്ല മനസ്സിലാക്കി വെച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ. കെമിക്കൽ ഈസ് കോൾഡ് കെമിക്കൽ ബോണ്ട്. കെമിക്കൽ ബോണ്ട് ആർക്കും കാണാതെ പഠിച്ച് എഴുതാനായിട്ട് പറ്റും, പക്ഷെ അത് മനസ്സിലാക്കി കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, കാണാപ്പാഠം പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അത് അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തൊരു ലൈൻ വിട്ടിട്ട് എഴുതുക. there are three methods in which atoms can achieve stable configuration. ഒന്ന് എന്ന് എഴുതുക. അതായത് 3 രീതിയിൽ നമുക്ക് സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാം. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് 3 രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഓൾറെഡി ഞാനൊന്ന് പറഞ്ഞു, ഒന്നെങ്കിൽ ഗെയിൻ ചെയ്തോ ലോസ് ചെയ്തിട്ടോ, 2 ഷെയർ ചെയ്തിട്ട്, മൂന്നാമത്തെ നിങ്ങൾ പഠിക്കാത്തൊരു സാധനമാണ് കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഞാൻ പഠിപ്പിച്ചു തരാം, നോക്കിയോ. അപ്പോൾ ആദ്യത്തെ എഴുതിക്കോ, ട്രാൻസ്ഫർ ഓഫ് one or more electron from one atom to another, to another to form an ionic bond. Ionic bond ne electrovalent bond എന്ന് പറയും. 2 പേരിലും പഠിച്ചോണം. To form an ionic bond അഥവാ electrovalent bond or electrovalent bond. അപ്പം ഇപ്പൊ സോഡിയം ക്ലോറിനും തമ്മിൽ എങ്ങനെയാണ് ഉണ്ടായത് നോക്കിയേ. സോഡിയം Na281, ക്ലോറിൻ 17, 287. ഇത് എങ്ങനെയാണ് ഉണ്ടായത്? ഇവിടെ നിന്നുള്ള ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ ഗെയിൻ ഓർ ലോസ് ആണ്, ട്രാൻസ്ഫർ ആണ്, ഇല്ലേ? അപ്പം അവിടെ ഉണ്ടാകുന്ന ഈ NaCl ഇടയ്ക്ക് ഉണ്ടാകുന്ന ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് അയോണിക് ബോണ്ട് അഥവാ ഇലക്ട്രോവാലന്റ് ബോണ്ട് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ കോമ്പൗണ്ട് ദാറ്റ് ഈസ് ഹാവിങ് എന്താണ് ഇലക്ട്രോവാലന്റ് ബോണ്ട്, അല്ലെങ്കിൽ റൈറ്റ് 2 എക്സാമ്പിൾ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ താഴെ 4 തന്നിട്ട് ചോദിക്കും, ഇതിനകത്ത് ഏതാ ഇലക്ട്രോവാലന്റ് ബോണ്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കണം, നിങ്ങൾ അതിൻ്റെ വാലൻസി എഴുതി, രണ്ടിൻ്റെയും ആറ്റോമിക് നമ്പർ എഴുതി നോക്കണം. എന്നിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണം. അങ്ങോട്ട് കൊടുത്തോ മേടിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. രണ്ടാമത്തേത് എഴുതിയിട്ട് ഷെയറിംഗ് ഓഫ് 1, 2 or 3 pair 1, 2 or 3 pair of electrons between two atoms to form a covalent bond. ആ കോവാലന്റ് ബോണ്ടിന് വേറൊരു പേരുണ്ട്, മോളിക്കുലാർ ബോണ്ട്. ക്ലിയർ ആണോ? അതെങ്ങനെയാ? ഇത് ഷെയറിംഗ് ആണ്, അല്ലേ? ഷെയറിംഗ് ഓഫ് 1, 2 or 3 എന്താണ്? പെയറാണ്. പെയർ ഓഫ് ഇലക്ട്രോണെയാണ് ഷെയർ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഒരു പെയർ എന്ന് പറയുമ്പോൾ എത്ര? 2 എണ്ണം. അല്ലെങ്കിൽ 2 പെയർ എന്ന് പറയുമ്പോൾ എത്ര? 4 എണ്ണം. അല്ലെങ്കിൽ 3 പെയർ എന്ന് പറയുമ്പോൾ എത്ര? 6 എണ്ണം. അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നത്? ബോണ്ട് ഉണ്ടാകുന്നതെങ്കിൽ അവരെ കോവാലന്റ് ബോണ്ട് അഥവാ മോളിക്കുലാർ ബോണ്ട് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. മൂന്നാമത്തേത് ഇത് രണ്ടും നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കേട്ടെങ്കിലും പരിചയം ഉണ്ടാവും, ഈ 2 എണ്ണം. പക്ഷെ മൂന്നാമത്തെ നിങ്ങൾ കേട്ട് കഴിവ് പോലും ഇല്ലാത്തൊരു ബോണ്ടിങ് ആണ്. സ്കൂളിൽ പഠിച്ചപ്പോൾ നിങ്ങൾ കേട്ട് കാണും. ഓക്കെ. when the shared pair are contributed by only one of the combining
combining atom, only one of the combining atom, the bond formed is known as coordinate bond or dative bond. Coordinate bondine വേറെ പേര് dative bond. Ionic bondine വേറെ പേര് electrovalent, covalent bondine വേറെ പേര് molecular bond, coordinate bondine വേറെ പേര് dative bond. ഈ ഷെയറിംഗ് നമുക്ക് എങ്ങനെ നടക്കാം? ഇപ്പോൾ ഒരു ഉദാഹരണം കാണിക്കാം. എന്നിട്ട് നമ്മളെ ആ കോവാലന്റ് ബോണ്ടിന്റെ കാര്യം ഞാൻ കാണിക്കാം. ഇപ്പൊ നോക്കിയോ, ഇവിടെ ഒരു കാർബണിന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഉണ്ടോന്ന് പറയാം? 4 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ ഇലക്ട്രോൺ, ചുറ്റും 4 ഹൈഡ്രജൻ വന്നു. ഹൈഡ്രജന്റെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് മക്കളെ? ആ 1 ഉള്ളൂ ഇല്ലേ? 1 ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർ തമ്മിൽ ഇപ്പൊ ഹൈഡ്രജൻ ഇങ്ങനെ ചുറ്റും ഇവർ തമ്മിൽ അയോണിക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമോ? ആരോടൊന്ന് പറയാം, അയോണിക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമോ? അതെന്താ കാരണം? അയോണിക് ബോണ്ട് ഫോം ചെയ്തതിന് കാരണം ഇവിടെ എവിടെ ട്രാൻസ്ഫർ നടക്കുന്നതെന്ന് പറഞ്ഞു. ട്രാൻസ്ഫർ നടക്കാതെ കാരണം എന്താണെന്ന് പറഞ്ഞു. എന്താ അറിയാതെ? ഇവിടെ നോക്കി, ഇവിടെ ഈ കാർബൺ ഈ ഹൈഡ്രജൻ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യണ്ടേ? ആണോ? ഫോം ചെയ്യണം. അപ്പൊ എങ്ങനെയൊക്കെ ഫോം ചെയ്യാം? ഒന്നെങ്കിൽ ഇലക്ട്രോണെ ട്രാൻസ്ഫർ ചെയ്ത് ബോണ്ട് ഫോം ചെയ്യാം, ഒന്നെങ്കിൽ ഇലക്ട്രോണെ ഷെയർ ചെയ്ത് ബോണ്ട് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയറിനെ ഏതെങ്കിലും ഒരാൾ സപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ബോണ്ട് ഫോം ചെയ്യാം. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒരു ഇപ്പൊ ഹൈഡ്രജൻ ഇപ്പം സോഡിയത്തിനകത്ത് നടന്ന എന്താ? 281. ക്ലോറിന് എന്താ സംഭവിച്ചത്? 287. ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കൊടുക്കുക ചെയ്തത്. പക്ഷെ ഇവിടെ ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിന് കാർബണിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൈഡ്രജന്റെ പിന്നെ ഇലക്ട്രോൺസ് വല്ലതും ഉണ്ടോ? ഹൈഡ്രജന്റെ ആകെ എത്രയേ ഉള്ളൂ? ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമോ? അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുമോ? നടക്കത്തില്ല. വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് ഈ ഫുള്ളി ഫീൽഡ് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയ പോലെ തന്നെ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് വന്നാലും സ്റ്റേബിൾ ആണെന്നുള്ളൊരു പഠനം കൂടെ ഉണ്ട്. അതായത് കംപ്ലീറ്റ്ലി 8 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ സ്റ്റേബിൾ ആണെന്ന് പറയുന്ന പോലെ തന്നെ ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ, ഹാഫ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എത്ര? 8ന്റെ പകുതി എത്രയാ? 8ന്റെ പകുതി 4 ആണ്. അപ്പം 4 വന്നാലും സ്റ്റേബിൾ ആണെന്നുള്ളൊരു പഠനമുണ്ട്. കാർബണിന്റെ ചുറ്റിനും ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? കാർബണിൻ്റെതായിട്ട് 4 എണ്ണം. അപ്പൊ കാർബൺ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുമോ? ഓൾറെഡി സ്റ്റേബിളാ, കസേര ഇട്ടിരിക്കുക അവിടെ, ഓൾറെഡി അതേ ഇരിക്കുക. ഇനി വിട്ടുകൊടുക്കുന്ന ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്താ? അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അവൻ വിട്ടുകൊടുക്കത്തില്ല, ഓൾറെഡി സ്റ്റേബിളാ. പക്ഷെ ഹൈഡ്രജൻ അവന് ചുറ്റിനും വന്നു, ഹൈഡ്രജനുമായിട്ട് അവന് ബോണ്ട് ഫോം ചെയ്ത് തന്നെ ആവണം. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? അവൻ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യാതെ എന്ത് ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും, ഷെയർ ചെയ്യും. ഇപ്പൊ നോക്കി, ഈ ഇലക്ട്രോണിനെ ഈ ഹൈഡ്രജനുമായിട്ടാണ് ഷെയർ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കി, ഈ ഹൈഡ്രജന്റെ ചുറ്റിനും ഇപ്പൊ എത്രയായി? 2. ഹാപ്പി അല്ലേ? 2 അല്ലായിരുന്നോ വരേണ്ടത്? ഹൈഡ്രജൻ ഒരെണ്ണമേ ഉള്ളായിരുന്നു, ഒരെണ്ണം കൂടെ കിട്ടിയ ഹാപ്പി ആയിരുന്നു, സ്റ്റേബിൾ ആയില്ലേ? ഈ ഹൈഡ്രജൻ നോക്കി, ഇവൻ ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നോക്കി, ഈ ഹൈഡ്രജൻ ഹാപ്പി ആയില്ലേ? ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്താൽ ഈ ഹൈഡ്രജൻ ഹാപ്പി ആയില്ലേ? ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനും ഹാപ്പി ആയില്ലേ? മൊത്തം എത്ര ആയി? ഹൈഡ്രജൻ എല്ലാം ഹാപ്പി ആയില്ലേ? ഇനി ഈ കാർബണിന്റെ ചുറ്റും നോക്കി, ഹൈഡ്രജന് ഇലക്ട്രോൺ ഷെയർ കൊടുത്തെങ്കിൽ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ആർക്കുള്ളതാ? കാർബൺ ഉള്ളതാ ഇല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? അപ്പൊ നോക്കി, ഇങ്ങനെ ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കാർബണിന് ചുറ്റിനും എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. അപ്പം കാർബണും എന്തായി? വെരി വെരി ഹാപ്പി ആയി. കസേരയിൽ ഇരുന്ന ആള് കട്ടിലെ പോയി കിടന്നു. കസേരയെക്കാളും കുറച്ചുകൂടെ സുഖം എന്താ? കട്ടില. ആണോ? നല്ല മെത്തയൊക്കെ ഇട്ട, സ്ലീപ്പ് വെല്ലിന്റെ ഒക്കെ അല്ലേ, മാട്രസ് ഒക്കെ ഇട്ട നല്ലല്ലേ? ആണോ? ആണ്. ഓക്കെ. അതോ പലകപ്പുറത്ത് കിടക്കുന്നതാണോ നല്ലത്? മെത്ത അല്ലേ? ഓക്കെ, ശരി. അപ്പം നോക്കിയോ, അപ്പം ഇവിടെ നേരത്തെ NaCl-നകത്ത് നടന്നതുപോലത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നോ? കൊടുക്കൽ വാങ്ങൽ നടന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ബോണ്ടുകളെ എല്ലാം നമ്മൾ എന്താന്ന് വിളിക്കും? കോവാലന്റ് ബോണ്ടെന്ന് വിളിക്കും. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഓൺലൈൻ ഇരിക്കുന്ന ക്ലിയർ ആണോ? ഓക്കെ. അതേപോലെ തന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ ബോണ്ട് അവിടെ കിടക്കട്ടെ, അത് നിങ്ങൾ അതേപോലെ തന്നെ പഠിക്കുക. അത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അതിനകത്ത് ഡേറ്റീവ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവരെന്താ ചെയ്തത്?
ഇവരെന്താ ചെയ്തത്? അതായത് 4 ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു, 2 ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്തു കാർബൺ. ഹൈഡ്രജൻ എന്ത് ചെയ്തു? ഹൈഡ്രജനും ഹൈഡ്രജന്റെ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. തമ്മിൽ എന്ത് ചെയ്തു? രണ്ടുപേരും എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? ഷെയറിങ് നടന്നു. എന്നാൽ കോർഡിനേറ്റ് ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകളിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഷെയർ ചെയ്യത്തുള്ളൂ. മറ്റവൻ ഇങ്ങനെ എന്ത് ചെയ്യത്തുള്ളൂ? മറ്റവൻ്റെ ഒന്നും ഇല്ല. അപ്പം അവൻ എന്ത് ചെയ്യും? അവൻ ഷെയർ ചെയ്തത് മേടിക്കത്തില്ല, പകരം അതെന്ത് ചെയ്യും? ഉപയോഗിക്കും. ഉദാഹരണം പറയാം, രണ്ടിനും ഉദാഹരണം പറയാം. അതായത് എൻ്റെ കയ്യിൽ 3 ചോറും പൊതിയുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോണം. എൻ്റെ കയ്യിൽ 3 ചോറും പൊതിയുണ്ട്. ചോറും പൊതി അതായത് നല്ല എന്താണ്, ഇലക്കകത്തൊക്കെ പൊതിഞ്ഞ് അമ്മ രാവിലെ ഉണ്ടാക്കി മീന്, മുട്ട പൊരിച്ചത് ഇല്ലേ, തോരന, ചമ്മന്തി, നല്ല മുളക് ചമ്മന്തിയാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഇലയിൽ പൊതിയുന്നു. ആണോ? ആരോണ് പൊതിയുന്നു? ഇല്ല. ആരോണ ഞാൻ പറയാം. ആരോണ നമുക്ക് ബാർബിക്യൂ അതൊക്കെ വെച്ചാൽ ആരോണ് പൊതിയുണ്ട്. ഓക്കെ പോട്ടെ. അപ്പോൾ നമ്മളത് പൊതി കെട്ടി. അപ്പം എൻ്റെ കയ്യിൽ 3 പൊതിയുണ്ട്. അല്ല 3 പൊതിയുണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ എത്ര പൊതി മതി? 1 മതി ഇല്ലേ? ഞാൻ വലിയ തീറ്റപ്രാന്തനൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കെന്ത് വരും. പക്ഷേ എനിക്ക് എന്ത് തന്നു കിട്ടും? അമ്മ എനിക്ക് 3 സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ബാഗിലോട്ട് ഇടേണ്ടതും കൂടെ എൻ്റെ ബാഗിലോട്ട് അറിയാതെ ഇട്ടുപോയെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കേസ് വന്നു എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ രണ്ടുപേരും എൻ്റെ ക്ലാസ്മേറ്റ്സാണ്. അതായത് ദിവ്യയും അതേപോലെ തന്നെ ആരോണും എൻ്റെ ക്ലാസ്മേറ്റ്സാണ്. ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞില്ല അതിനകത്ത് 3 പൊതിയുണ്ട്. ഞാൻ ഉച്ച സമയമായപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഞാൻ ചോറെടുക്കാൻ ഇങ്ങനെ എടുത്തിട്ട് ബാഗ് തുറന്നുമ്പോഴത്തേക്കും അതിനകത്ത് 3 പൊതി. അപ്പം ഞാനിങ്ങനെ കറങ്ങി നോക്കിയപ്പോൾ നിങ്ങളന്ന് ലഞ്ച് ബാഗ് മിസ്സായിപ്പോയി. നിങ്ങൾ രണ്ടുപേരും ലഞ്ച് ബാഗ് മിസ് ചെയ്തു. അപ്പം ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഞാനൊരു സോഷ്യൽ ചിന്താഗതിയാണ് ഉള്ള ആളാണ്. എനിക്ക് തീറ്റപ്രാന്തനും അല്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ദിവ്യേ തരും ഇല്ലേ? ഇത് തുറന്നപ്പോഴേക്കും ആരുണ്ട് വായിക്കൂടൊക്കെ വെള്ളം വരാൻ തുടങ്ങി. നല്ല മണമാണ്, മീൻ പൊരിച്ചൊക്കെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ആരോണ് മിസ്സായി. ആരോണ് വിശക്കുന്നു, ദിവ്യയ്ക്കും വിശക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എൻ്റെ കയ്യിൽ കൂടുതലുള്ള സാധനം എന്ത് ചെയ്തു? അതായത് ഞാൻ കൊടുത്തു, നിങ്ങൾ മേടിച്ചു. അപ്പോൾ ഇത് അയോണിക് ബോണ്ടിന് എക്സാമ്പിൾ. മനസ്സിലായോ? കൂടുതലുള്ള ആൾ കുറവുള്ള ആൾക്ക് കൊടുത്തു, അവർ ഹാപ്പി, ഞാൻ ഹാപ്പി, എല്ലാവരും വിശപ്പ് മാറിയോ? മിഷേലെ കഥ കേട്ടോ? കേട്ടു. ഓക്കെ. സന കഥ കേട്ടായിരുന്നോ? സന കേട്ടു സർ. ഓക്കെ ഫൈൻ. ഇനി രണ്ടാമതൊരു കണ്ടീഷൻ പറയാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? രണ്ടാമത്തെ കണ്ടീഷനാണ് ഞാൻ പറയുന്നത്, എൻ്റെ കയ്യിൽ ഒരു ചോറും പൊതിയുണ്ട്. ആരോൺ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സാണ്. ആരോൺ രണ്ടാമത്തെ ദിവസവും ചോറും പൊതി മിസ്സായി. അപ്പം എന്താ ചെയ്യുന്നത്? ഞാൻ ആരോൺ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ശരിയാണോ? ആണോ? ഷെയർ ചെയ്യും. അപ്പം ആരാ ഷെയർ ചെയ്തേ? ഞാൻ അല്ലേ? എന്താണ് ആരോണ്ടേൽ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. മനസ്സിലായോ? അപ്പം രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിച്ചു. എൻ്റെ കൂടുതൽ ഉണ്ടായിട്ട് കൊടുത്തതല്ല. മനസ്സിലായോ? എൻ്റെ കൂടുതലില്ല, പക്ഷെ എന്താ, ഞാൻ അവിടെ ഷെയർ ചെയ്ത് കൊടുത്തു. അതാരാ കൊടുത്തത്? ഞാനാ കൊടുത്തത്. ശരിയല്ലേ? അപ്പോൾ അവിടെ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ് ഒരാൾ മാത്രമാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡേറ്റിംഗ് ബോണ്ട് അഥവാ കോർഡിനേറ്റ് ബോണ്ട്. രണ്ടാമത്തെ കോവാലന്റ് ബോണ്ടിനും കൂടെ എക്സാമ്പിൾ പറഞ്ഞേക്കാം. നോക്കിയോ, നിങ്ങൾ ക്ലാസ്സിൽ ഇങ്ങനെ വട്ടത്തിൽ നിന്ന് കഴിക്കുക. എല്ലാവരും ഒരു 5 പേരുണ്ട്. നമ്മൾ അതായത് ഞാൻ, സന, മിഷേല്, ദിവ്യ, അതേപോലെ തന്നെ ആരോണ്, നമ്മളെല്ലാവരും കൂടെ എന്ത് ചെയ്യുക? ഒരു ട്യൂഷൻ സെൻറ്ററിൽ ഒരു ഫൈനൽ എക്സാമിന് മുമ്പ് ഒരു റിവിഷൻ ക്ലാസ് വെച്ച് നമ്മളെല്ലാം വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കാറുണ്ട്. നമ്മുടെ +2 ബാച്ച് പിള്ളേരുടെ കൂടെ ആയിരുന്നു. അവർ റിവിഷൻ രാവിലെ 7 മണിയാകുമ്പോൾ ഇവിടെ വരും, വൈകിട്ട് 6 മണിയൊക്കെ ആകുമ്പോൾ അവർ പോകുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ എല്ലാ ദിവസത്തെ ഊണും ഞാൻ സ്പോൺസർ, ഊണോ ബിരിയാണി എന്ത് ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് ഇരുന്ന് കഴിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? അപ്പം ചിലർ ഫുഡ് കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ കേസ് എടുക്കാം, നമ്മളെല്ലാവരും സെപ്പറേറ്റ് വീട്ടിൽ നിന്ന് വരുന്നതാണ്, നമ്മളെല്ലാവരും ഫുഡ് കൊണ്ടുവന്നു. അപ്പം ഞാൻ മീൻ കൊണ്ടുവന്നില്ല ഇന്ന്, പക്ഷെ ആരോൺ മീൻ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആരോടെ പാത്രത്തിൽ ഇങ്ങനെ അതെടുത്തിട്ട് തിരിക്കും. ആരോൺ എന്നെ അടിക്കുമോ? ഇല്ല, അടിക്കത്തില്ല. ഇല്ലേ? ഇല്ല, അടിക്കുമോ? നിങ്ങളെന്നെ കഴിക്കാറില്ലേ? ഷെയർ ചെയ്ത് കഴിക്കാറില്ലേ?
അരുണിനെ അടിക്കുമല്ലോ. അതുകൊണ്ട് ഒരു മീനിന്റെ ഒരു കഷ്ണം ഞാൻ എടുത്തോണ്ട് പോയി. അരുണിനെ അടിക്കത്തില്ല. അതേപോലെ തന്നെ സന എൻ്റെ കയ്യിലാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി ഉണ്ടാകും. അത് സനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സന അത് എടുത്തോണ്ട് പോയി. ഓക്കെ, കുറച്ച് അല്ല, മൊത്തം എടുത്തോണ്ട് പോയത് നല്ലതാണ്. മൊത്തം എടുത്തോണ്ട് പോയാൽ അടിയില്ല. ഓക്കെ, അപ്പം മിഷേലിൻ്റെ കയ്യിൽ മുട്ടത്തോരൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ദിവ്യക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുട്ടത്തോരനില്ലാതെ ദിവ്യക്ക് ചോറ് ഇറങ്ങത്തില്ല എന്നാണ് അമ്മ പറയുന്നത്. എങ്കിൽ ചുമ്മാ പറഞ്ഞു. ഓക്കെ, കഥ പറഞ്ഞു. അപ്പം മിഷേൽ എന്ത് ചെയ്തു? മിഷേലിൻ്റെ ചോറ് പൊരിക്കാത്തുനിന്ന് എന്ത് ചെയ്തു? കുറച്ച് എടുത്തു. ഇവിടെ എന്താ നടന്നത്? ഇവിടെ ആരെങ്കിലും ഒരാളുടെ കയ്യിലാണോ ഷെയറിങ് നടന്നത്? അല്ല, ഇവിടെ എല്ലാവരും എന്ത് ചെയ്തു? പരസ്പരം. അപ്പം ഷെയർ ചെയ്യുന്ന എത്ര ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നു, ആ ആറ്റങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്തുണ്ടാക്കുന്ന ബോണ്ടിനെയാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഷെയറിങ് ഒരാൾ ചെയ്യുവാണെങ്കിൽ അതിനെ ഡേറ്റീവ് ബോണ്ട് എന്ന് പറയും. ഇത് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ഉള്ളവന് ഇല്ലാത്തവന്, ആദ്യത്തെ കേസ് പറയുന്നത് അതിനെന്തെന്ന് പറയും? ഇതിൽ നല്ലൊരു എക്സാമ്പിൾ നമുക്ക് പറയാനായിട്ടില്ല. ബെസ്റ്റ് എക്സാമ്പിൾ ടു സ്റ്റഡി ദിസ്. ആണോ മിഷേലെ? ആണോ മിഷേലെ? അതെ. ഓർത്തു വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, ഇല്ലേ? അപ്പം ഇങ്ങനെ ഓരോ തവണ ഓരോ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇപ്പൊ ഇന്ന് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇതൊന്ന് പറഞ്ഞു. ഓക്കെ, ശരി. ഓക്കെ, അപ്പം അതിനെ പറ്റി എല്ലാം പറഞ്ഞു. ഇനി നമ്മൾ ഓരോ ആൾക്കാരെ പറ്റി സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പോകും. ദിവ്യക്ക് ഓർമ്മ വരുന്നു. ദിവ്യ രാത്രി ഇന്ന് പഠിക്കുമായിരുന്നു. ഫുൾ ഇത് പഠിക്കുമായിരുന്നു. നീ എപ്പോഴാണ് പഠിച്ചു? നീ പഠിച്ചോ? നാളത്തെ പരീക്ഷയ്ക്ക് പഠിച്ചു. ശരി, ഓക്കെ. ഇനി ഹെഡിങ് എഴുതിക്കോളൂ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വൃത്തിക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നിനെയും സൂം ചെയ്ത് പഠിക്കാൻ പോവാം അഡ്വാൻസ്ഡ് ആയിട്ട്. അപ്പോൾ ആദ്യത്തെ ഹെഡിങ് ഇലക്ട്രോ വാലന്റ് ഓർ അയണിക് ബോണ്ട്. ഇലക്ട്രോ വാലന്റ് ഓർ അയോണിക് ബോണ്ട്. Bond formed by gain or loss of electrons from atoms. are called എന്താണ്? അയണിക് ബോണ്ട്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി അയണിക് ബോണ്ടിന്റെ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാൻ സ്വന്തമായിട്ട് എഴുതിയാൽ മതി. അയണിക് ബോണ്ട്. ഓക്കെ, അടുത്ത ഡോട്ട് ഇട്ട് എഴുതേണ്ടത് gain or loss of electron from an atom leads to the formation of charged species known as ions. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ പോലൊന്നും അല്ല നമ്മൾ നോട്ട് ചെയ്തത്. ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം കുറച്ച് വ്യത്യാസം, കുറച്ചുകൂടി എളുപ്പത്തിലാണ് തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിച്ചാൽ മതി കേട്ടോ. ഇത് തന്നെ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിക്കുക. ടെക്സ്റ്റിനകത്ത് ഡെഫിനിഷൻ പഠിക്കുക. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നു. എനിക്ക് സോഡിയം Na എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 8, മൊത്തം 11 ഇലക്ട്രോൺസ് ഉണ്ടല്ലേ? അപ്പം 2 8 1 ഇങ്ങനെ തന്നെ എഴുതാം. നിങ്ങൾ എഴുതണം ഇങ്ങനെ. മൈനസ് സ്റ്റേബിൾ ആവണേ എന്ത് ചെയ്യണം? -1 ഇലക്ട്രോൺ. അത് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ സോഡിയം ആറ്റമാണ്. ആണോ? ഇത് സോഡിയം ആറ്റം. ബട്ട് ഇഫ് ദേ ലൂസ് 1 ഇലക്ട്രോൺ ദേ ബിക്കം എന്താണെന്നറിയാമോ? ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അപ്പോഴും ഇതിനകത്തെ പ്രോട്ടോണിന്റെ എണ്ണം 11 തന്നെയാണ്. ഇലക്ട്രോണിന്റെ എണ്ണമേ 10 ആവുന്നുള്ളൂ. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് കൂടുതലായതുകൊണ്ട് അതിനെ നമ്മൾ 1+ എന്ന് എഴുതും. അപ്പം ഇവിടെ 2 8 ഇലക്ട്രോണേ ഉള്ളൂ. ഇത് സോഡിയം അയോൺ എന്നാണ് പറയുന്നത്. സോഡിയം അയോൺ എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള അയോൺ നമ്മൾ കാറ്റയോൺ എന്ന് പറയാം. അതും കൂടെ ഞാൻ അതിൻ്റെ താഴെ തരാമേ. അപ്പം ഇതിൻ്റെ താഴെ, അതായത് ഇതിപ്പോൾ നമ്മളിങ്ങനെ എഴുതി ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിയാൽ മതി. ഒരു ഡോട്ട് ഇട്ടിട്ട് ഈ റിയാക്ഷൻ എഴുതുക. റിയാക്ഷൻ അല്ല, ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതുക
അയോൺസ് ഫോംഡ് ബൈ, ഇത് എഴുതിയിട്ടെ, ഫോംഡ് ബൈ losing electrons are called cation. അത് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാനൊരു എളുപ്പത്തിലൊരു വിദ്യ പഠിപ്പിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകത്തില്ലേ, കാറ്റോൺ ആണോ പോസിറ്റീവ്, ആനിയോൺ ആണോ പോസിറ്റീവ്, അല്ലെ ആനിയോൺ, തെറ്റിപ്പോകാറുണ്ടോ? കൺഫ്യൂഷൻ വരാറുണ്ടോ? ഉണ്ടോ? ശരിക്കും പറ, കൺഫ്യൂഷൻ വരാറുണ്ടോ? ഉണ്ടോ മിഷേലെ? കാറ്റോണും ആനിയോണും സൈൻ കൺഫ്യൂഷൻ വരാറുണ്ടോ? കൺഫ്യൂഷനേ വരാറില്ല. നമുക്ക് കാറ്റോൺ പോസിറ്റീവ് ആണെന്നും ആനിയോൺ നെഗറ്റീവ് ആണെന്നും വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, പഠിച്ചപ്പോൾ എപ്പോഴേലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ? ഇല്ല, ലാസ്റ്റ് ഇയർ മുതൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. സാനയ്ക്ക് ഡൗട്ട് വന്നിട്ടുണ്ടോ? ഉണ്ട് സർ. ഉണ്ട്. അത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയാണ്, കാറ്റോൺ എഴുതുമ്പോൾ ടിക്ക് പകരം ഒരു കുരിശ് വരയ്ക്കാം. TION. നമുക്ക് ടി ഇങ്ങനെ വരയ്ക്കാമല്ലോ, ടി ശരിയല്ലേ? ടി ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഈ കുരിശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് നിങ്ങൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തില്ല, കാറ്റോൺ മറക്കത്തില്ല, പോസിറ്റീവ്. ആനിയോണിന് വേറെ ടെക്നിക്ക് ഉണ്ട്, അതും പറഞ്ഞുതരാം. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കി, ഇത് എഴുതിക്കണം, ഇത് എഴുതിയെടുത്തു. എഴുതിയോ? അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതുക, ക്ലോറിൻ. ഇത് ഓക്കെ. അപ്പം ഇതിന് വേറൊരു പേരുണ്ട്, ഇതിന്റെ സൈഡിലോട്ട് ഈ സോഡിയം ആറ്റത്തിന് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് എന്നും കൂടെ ഒന്ന് എഴുതിയേക്കണേ. ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് എന്നും കൂടെ അതിന്റെ സൈഡിലോട്ട് എഴുതി വെച്ചാൽ മതി. അതായത് പോസിറ്റീവ് അയോൺസ് ഉണ്ടാക്കുന്ന എലമെന്റിനെ എന്തെന്ന് പറയും? ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്. നെഗറ്റീവ് അയോൺസ് ഉണ്ടാക്കുന്ന എലമെന്റ് എന്തെന്ന് പറയും? നെഗറ്റീവ് എലമെന്റ്സ്, ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയും. അപ്പം അത് അവിടെ എഴുതിയിട്ട് അടുത്ത ഇത് എഴുതിക്കോ, Cl, ക്ലോറിൻ്റെ അകത്ത് നമുക്കറിയാം 2, 8, 7 ആണ്. ഇത് ശരിക്കും ക്ലോറിൻ ആറ്റമാണ് അല്ലേ? ക്ലോറിൻ ആറ്റമാണ്, ആണോ? ക്ലോറിൻ ആറ്റം. അതിനകത്ത് ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? Cl നോക്കി എത്രയായി? Cl1 - ആയി, ആണോ? അപ്പോൾ ഇത് 2, 8, 8 ആയി. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? ക്ലോറൈഡ് അയോൺ എന്ന് പറയും. എന്നിട്ട് ഈ സൈഡിലോട്ട് എഴുതുക, ഇത് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. അതിൻ്റെ താഴോട്ട് എഴുതേണ്ടത് അയോൺസ് ഫോംഡ് ബൈ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് are called anion. ഓക്കെ, ആനിയോണെ ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. എന്താണെന്നറിയാമോ? ആനിയോണിന്റെ സ്പെല്ലിംഗ് എന്താ? AN അല്ലേ? അപ്പോൾ ആ രണ്ടാമത്തെ N ഇച്ചിരി വലുതാക്കി, ANION. അപ്പോൾ ഈ Nനെ എന്ത് സൂചിപ്പിക്കുന്നു? നെഗറ്റീവ് എന്ന് സൂചിപ്പിക്കുന്നു. ഓർത്തിരിക്കാൻ. മറ്റേത് പോസിറ്റീവ്, മറ്റേ T കുരിശ്, അത് പോസിറ്റീവ്. ഇത് എന്താണ്? N നെഗറ്റീവ് എന്ന് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഇനി അടുത്തോട്ടിരിക്കുക, ഇലക്ട്രോ വാലന്റ് ബോണ്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോ വാലന്റ് ബോണ്ട് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകൾ എന്തെന്ന് പറയും? ഇലക്ട്രോ വാലന്റ് കോമ്പൗണ്ട് അഥവാ അയണിക് കോമ്പൗണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതിയാൽ, the chemical compounds
chemical compounds formed as a result of of transfer of electrons from one atom to another are called electrovalent compounds. ഇനി അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് ഇലക്ട്രോവാലൻസി എന്ന് എഴുതുക, ഇലക്ട്രോവാലൻസി എന്നിട്ടൊരു ഹൈഫൻ ഇടുക. ഇലക്ട്രോവാലൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? the number of electrons that an atom of an element loses or gain to form an ionic bond. അതിനാണ് ഇലക്ട്രോവാലൻസി എന്ന് പറയുന്നത്. അതായത് അയോണിക് ഒരു ആറ്റം ഒരു എലമെന്റിന്റെ ഒരു ആറ്റം എത്ര ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ടാണോ ഗെയിൻ ചെയ്തിട്ടാണോ അയോണിക് ബോണ്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്, അതായിരിക്കും അതിന്റെ ഇലക്ട്രോവാലൻസി. സോഡിയത്തിനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോൺ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് വാലൻസി. സോഡിയത്തിനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോൺ ആണ് വിട്ടുകൊടുക്കുന്നത്, അപ്പോൾ അതിന്റെ വാലൻസി എന്തായിരിക്കും? ഇലക്ട്രോവാലൻസി എന്തായിരിക്കും? 1. ക്ലോറിനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോൺ ആണ് വാങ്ങുന്നത്, അതിന്റെ ഇലക്ട്രോൺ വാലൻസി എന്തായിരിക്കും? 1. അപ്പം +1 എന്നും -1 എന്നും പറയരുത്. +1 എന്നും -1 എന്നും പറയില്ല. അതിന്റെ കാരണം എന്താ? അത് വാലൻസിക്ക് ഒരിക്കലും സൈൻ പറയത്തില്ല. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനാണ് സൈൻ പറയാം. ഇപ്പം സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1+ എന്ന് പറയാം, ക്ലോറിന്റെ 1- എന്ന് പറയണം. പക്ഷേ സോഡിയത്തിന്റെ വാലൻസി എത്രയാണെന്ന് ചോദിച്ചാൽ 1 എന്ന് പറയണം, ക്ലോറിന്റെ 1 തന്നെ. മനസ്സിലായി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ടോപ്പിക്ക് കണ്ടീഷൻ ഫോർ ഫോർമേഷൻ ഓഫ് ആൻ ഇലക്ട്രോവാലന്റ് ബോണ്ട്, അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ ഫോർമേഷൻ ഓഫ് അയണിക് ബോണ്ട്. കണ്ടീഷൻ for the formation of condition for the formation of ionic bond. അതിൽ ഒന്ന് ലോ അയണൈസേഷൻ പൊട്ടൻഷ്യൽ. എന്താ ലോ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ? ലോ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ച അയണൈസേഷൻ എനർജി എന്ന് പറയുമ്പോൾ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണെ ഇളക്കി എടുക്കാൻ വേണ്ടി ഉള്ള എനർജിനെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന എനർജിയാണ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ. അത് കുറവായിരിക്കണം. അതിനർത്ഥം എന്തോ? അവിടെ അതായത് സൈസ് കൂടിയ എലമെന്റുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റിലോട്ടുള്ള എലിമെന്റുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യാൻ പറ്റും. അവൻ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ലോ ആണ്, ഇല്ലേ? അപ്പം അത് ഓർത്ത് വെച്ചോണം. അയണൈസേഷൻ പൊട്ടൻഷ്യൽ ലോ ആണെങ്കിൽ നമുക്ക് വി ക്യാൻ ഈസിലി റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ ആണ്, ഇല്ലേ? ശരിയല്ലേ? അപ്പം അത് വേണമെങ്കിൽ നോട്ട് എഴുതിക്കോ. IP എന്ന് എഴുതുവാണ്, നിങ്ങളും അങ്ങനെ എഴുതിയാൽ മതി പഠിക്കുമ്പോൾ. If ionization potential is low, it will lose the electron easily. We lose the electron easily. That is, cations are formed easily.
cations are formed easily. രണ്ടാമത്തേത് ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി. ഇത് മറ്റേ സോഡിയത്തിന്റെ കേസിലെ കാര്യമാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് എന്താണ് അയണൈസേഷൻ പൊട്ടൻഷ്യലിന്റെ കേസ് വരുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള ആളിനെ നെഗറ്റീവ് ആയിട്ടുള്ള നമുക്ക് ഇപ്പം ക്ലോറിനെ സംബന്ധിച്ച് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിനെ ഇളക്കി എടുക്കാൻ പറ്റുമോ? അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റിയാണ് വരുന്നത്. മനസ്സിലായോ? ഒരാൾ ഇപ്പം ക്ലോറിൻ എന്താ ചെയ്തത്? ക്ലോറിൻ ഇലക്ട്രോണെ വേണം. അപ്പം എന്ത് ചെയ്യണം? ക്ലോറിൻ ആ ഇലക്ട്രോണെ എന്ത് ചെയ്യണം? അട്രാക്ട് ചെയ്യണം. ഹലോ, ലിങ്ക് ഇട്ടായിരുന്നോ? ടീച്ചറെ ലിങ്ക് ഇട്ടായിരുന്നോ? ഓക്കെ. അപ്പം ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി. അപ്പം if electron affinity is high എന്താണ്? anions will be formed easily. will be formed easily. മൂന്നാമത്തെ ഇതിവിടെ കഴിഞ്ഞ് നിർത്തിയേക്കാം. മൂന്നാമത്തെ ഇതിലേക്ക് ലാർജ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്. ലാർജ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ്. ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരാൾ നല്ല ഇലക്ട്രോനെഗറ്റീവ് ആയിരിക്കണം, മറ്റേ ആൾ ഇലക്ട്രോനെഗറ്റീവ് ആവാൻ പാടില്ല. വളരെ കുറവായിരിക്കണം ഇലക്ട്രോനെഗറ്റീവ്. ഉദാഹരണം പറയാം, വെള്ളം ഒഴുകുന്നത് എങ്ങോട്ടാ? ഒരു ഉയർച്ചയിൽ നിന്ന് താഴോട്ട് മാത്രമേ ഒഴുകത്തുള്ളൂ ഇല്ലേ? ഒരേ ലെവലിൽ കിടന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴുകുമോ? ഇല്ല. ഇപ്പൊ കിണറ്റിലെ വെള്ളം ഒഴുകുന്നുണ്ടോ? ഇല്ല. കിണറ്റിലോട്ട് വരുന്നുണ്ട് വെള്ളം, ഉറവ് വഴി വരുന്നുണ്ട്, അത് ഒഴുകിയാണ് വരുന്നത്. പക്ഷെ കിണറ്റിലെ വെള്ളം വൺസ് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിശ്ചലമായിട്ട് കിടക്കുക. ആറ്റിലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ബിക്കോസ് നേച്ചറിന് തന്നെ ഒരു എന്താണ് ഉയർച്ച താഴ്ച ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇലക്ട്രോണെ കൊടുക്കണമെങ്കിലും മേടിക്കണമെങ്കിലും ഒരിടത്ത് ഇലക്ട്രോണെ നല്ലതായിട്ട് കൊടുക്കാൻ കഴിവ് വേണം, മറ്റവൻ ഇലക്ട്രോൺ നല്ലതായിട്ട് മേടിക്കാനും കഴിവ് വേണം. അപ്പോൾ അതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ നടക്കും. ഓക്കെ ആണല്ലോ? എഴുതിക്കോളൂ. ഇഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് ഞാൻ എഴുതുകയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി between two elements is higher then the transfer of electron will be easier. Electron will be easier.